ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പൂവാങ്കുരുന്നിലയാണ്. നമ്മളിൽ പലർക്കും ഈ പൂവാങ്കുരുന്നില അറിയാം. പൂവാങ്കുരുന്നില ആരോഗ്യരക്ഷയിൽ വലിയ ഒരു പ്രാധാന്യമാണ് വഹിക്കുന്നത്. നമ്മുടെ തൊടിയിലും പറമ്പിലും വീട്ടുവളപ്പിലും കാണപ്പെടുന്ന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണിത്. പിന്നെ ഇത് ദശപുഷ്പത്തിൽ വരുന്നതും കൂടിയാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനുമെല്ലാം ഒരുപോലെ സഹായമാകുന്ന ഒരു ചെടിയാണിത്. ആയുർവേദത്തിലെ പ്രധാന മരുന്നും കൂടിയാണ്. പൂവാങ്കുരുന്നിലയുടെ ഇലയും വേരും പൂവുമെല്ലാം തന്നെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഒന്നാണിത്. കൺമഷി ഉണ്ടാക്കാൻ പ്രകൃതിദത്തമായി ഇത് ഉപയോഗിക്കാറുണ്ട്. മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇതിൻ്റെ നീരെടുത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്ത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗങ്ങൾക്കും എല്ലാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി പറയുന്നത് രക്തശുദ്ധിക്കാണ്. അതായത് രക്തസംബന്ധമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പൂവാങ്കുരുന്നില ഒരു സിദ്ധ ഔഷധമാണ്. അതായത് രക്തശുദ്ധിക്ക് ആയുർവേദം തന്നെ നിർദ്ദേശിക്കുന്ന ഒരു മരുന്നാണിത്. രക്തത്തിലെ ടോക്സിനുകൾ പുറന്തള്ളുന്നത് കൊണ്ട് രക്തസംബന്ധമായി വരുന്ന അസുഖങ്ങൾക്ക് പറ്റിയ നല്ലൊരു മരുന്നാണിത്. അതുകൊണ്ട് തന്നെ ചർമ്മാരോഗ്യത്തിനും ഏറെ നല്ലതാണ്. രക്തദോഷം നീക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇത് ചെടിയുടെ നീരാണ്. ഇല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചെടിയുടെ നീര് ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ പ്രധാനമായും സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഇതൊരു സിദ്ധ ഔഷധമാണ്. അടുത്ത് ഞാൻ എടുത്തു പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളാൽ സമ്പുഷ്ടമായ പൂവാങ്കുരുന്നിലയ്ക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗർഭാശയ മുഴകളും തലയിലെ ട്യൂമറുകളുമെല്ലാം തടയാൻ ഏറെ നല്ലതാണ്. ഗർഭാശയ സംബന്ധമായ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ പൂവാങ്കുരുന്നില. അതായത് അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ചെടി മൊത്തമായും വേരോടുകൂടി പറിച്ചെടുത്ത് മുഴുവൻ സസ്യവും ചതച്ച് കിഴികെട്ടി ചോറിനായി അരി തിളപ്പിക്കുമ്പോൾ ഇതിലിട്ട് തിളപ്പിക്കുക. പിന്നീട് ഇത് കഞ്ഞിയാക്കി ഇതിൽ കിഴി പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന ട്യൂമറുകൾ പോലുള്ളവയോ മറ്റെന്തെങ്കിലും മുഴകളുടെ ഗ്രോത്തുകളെയോ തടയാൻ വളരെ സഹായിക്കും. ഇത് ഉച്ചയ്ക്ക് കഴിക്കല്, എങ്കിൽ നമ്മൾ വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ കഴിക്കുന്നതാണ് വളരെ നല്ലത്. പൂവാങ്കുരുന്നില പൊതുവെ ആയുസ് നീട്ടും എന്നാണ് പറയപ്പെടുന്നത്. അടുത്തെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ മൈഗ്രെയിൻ പ്രശ്നങ്ങൾക്കും തലവേദനയ്ക്കും നല്ലൊരു മരുന്നാണിത്. ഇത് മുഴുവനായി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചതച്ച് ഇതിൻ്റെ നീരെടുക്കുക. എത്രയാണോ നമുക്ക് കിട്ടിയ നീര് അതേ അളവിൽ വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേക്കുക. തലവേദനയ്ക്ക് മാത്രമല്ല കേട്ടോ, കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ്. കാഴ്ചശക്തിക്കും തലനീരിറങ്ങുന്നതിനുമെല്ലാം ഇത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഉപയോഗിക്കാം മൂക്കിൽ ദശ വളരുന്നത് തടയാനും ഇതേറെ നല്ലതാണ്. മൂക്കിൽ ദശ വളരുന്നുണ്ടെങ്കിൽ മുക്കുറ്റിയുമായി ചേർത്തരച്ച് തലയിലിടുന്നത് വളരെ നല്ലതാണ്. സൈനസ് പ്രശ്നങ്ങൾക്കും ഇതൊരു ഉത്തമ പരിഹാരമാണ്. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും പല രോഗങ്ങൾക്കും മൂത്രച്ചൂടിനുമെല്ലാം പറ്റിയ നല്ലൊരു മരുന്ന് കൂടിയാണിത്. യൂറിനറി ഇൻഫെക്ഷനുകൾ തടയാനും ഏറെ ഗുണം ചെയ്യും. കിഡ്നിയുടെ ആരോഗ്യത്തിനും ഈ സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. അടുത്തതായി എടുത്തു പറയേണ്ടതാണ് നമ്മുടെ വിഷം കളയാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പൂവാങ്കുരുന്നില. വിഷചികിത്സയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പൂവാങ്കുരുന്നില. അതായത് തേൾ വിഷം, ചിലന്തി വിഷം എന്നിവയ്ക്ക് നല്ലൊരു പരിഹാര മാർഗമാണ്. പിന്നെ നമ്മുടെ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ ഈ ചെടി കൺമഷിക്കായി എടുത്തിരുന്നു. അപ്പോൾ കൺമഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് മറ്റു മരുന്നുകളോടൊപ്പം ഇതും ചേർക്കാറുണ്ട്. അതായത് നമ്മുടെ എണ്ണ കാച്ചുമ്പോൾ ഈ ചെടിക്ക് വളരെ പ്രാധാന്യമാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ നമ്മുടെ പൂവാങ്കുരുന്നില വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതായത് ഞാൻ ഔഷധ സസ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കയറി കാണണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. എനിക്ക് കിട്ടുന്ന ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്കായി പകർന്നു തരുന്നത്. വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ചെറിയ അറിവുകൾ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ വളരെ ലെങ്തായി പോയി.
കൂട്ടുകാർ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.